ആ വെള്ളാപ്പള്ളി നടേശനാണ് യഥാർത്ഥത്തിൽ SNDP യോഗത്തെ തകർക്കാൻ ശ്രമിക്കുന്നതും തകർക്കുന്നതും. ഞാൻ ആ കാര്യത്തിലേക്ക് ഒരു 2 മിനിറ്റ് വരാം. ഇവിടെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം ആണ് ഇവിടെ വർഗീയത പരത്തുന്നത് എന്നുള്ളതാണ് വെള്ളാപ്പള്ളി നടേശൻ ആരോപിക്കുന്നതും. മുസ്ലിം ലീഗാണ് NSS SNDP യോഗത്തിൻ്റെ ഐക്യത്തെ തകർത്തതെന്നുള്ള ആരോപണമാണ് പറഞ്ഞത്. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ യോഗത്തിൽ വെള്ളാപ്പള്ളി നടേശൻ പോയി പ്രസംഗിച്ചത് ഏത് വർഷമാണെന്നറിയോ? പോപ്പുലർ ഫ്രണ്ട് നിരോധിത സംഘടനയാണ്. ആ വെള്ളാപ്പള്ളി നടേശൻ തീവ്രവാദിയല്ലേ? ആ വെള്ളാപ്പള്ളി നടേശൻ 2016 കേരളമെമ്പാടും ഹെലികോപ്റ്ററിൽ നടന്ന് പ്രസംഗിച്ചപ്പോൾ ആ സമയത്ത് പിണറായി വിജയൻ എഴുതിയൊരു പുസ്തകമുണ്ട്. ആ പിണറായി വിജയൻ ഒരു പുസ്തകം എഴുതിയിട്ടുള്ളൂ. ആ പുസ്തകത്തിനകത്ത് വെള്ളാപ്പള്ളി നടേശനെ പറ്റി വിശേഷിപ്പിക്കുന്നത് ഞാൻ വേണമെന്ന് 2-3 കാര്യങ്ങൾ പറയാം. ജാതി കോമരം, വങ്കൻ, സമുദായ ഭ്രാന്തൻ, അഴിമതിക്കാരൻ, അബ്കാരി, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധൻ, ഈ വിശേഷണമാണ് വെള്ളാപ്പള്ളി നടേശനെ ചാർത്തിയത്. ആ 2016 തെരഞ്ഞെടുപ്പിൽ LDF വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്നേ. അതെന്തുകൊണ്ടാണ് വന്നത്? ഇയാൾക്ക് സ്വാധീനം ഉണ്ടായിരുന്നു. വെള്ളാപ്പള്ളി നടേശന് സ്വാധീനം ഉണ്ടായിരുന്നെങ്കിൽ, വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞാൽ SNDPക്കാർ ഈഴവർ വോട്ട് ചെയ്യുമായിരുന്നെങ്കിൽ ഈ പറയുന്ന ഇടതുപക്ഷം അധികാരത്തിൽ വരുമോ? ഞങ്ങളൊക്കെ അന്ന് LDFനെ സപ്പോർട്ട് ചെയ്തവരാ. ഞങ്ങൾ SNDP സംരക്ഷണ സമിതി എന്നുള്ള അന്നുണ്ട്. ഞങ്ങൾ സപ്പോർട്ട് ചെയ്തവരാ. പിന്നീട് വെള്ളാപ്പള്ളി നടേശൻ എന്നാണ് ഈ ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകളെ ശിരസാ വഹിക്കുന്ന ആളാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് വന്നത് ഞങ്ങൾക്കറിയില്ല. അതിൻ്റെയൊക്കെ ഇക്വേഷൻ എനിക്കറിയില്ല. അതിന്റെ രാസ പരിണാമം എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല. ഇവിടെ പ്രധാനമായും അറിയേണ്ടുന്നൊരു കാര്യം, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം മുസ്ലിം ലീഗാണ്. ഇദ്ദേഹം പറയുന്നത് മുസ്ലിം ലീഗാണെന്ന്. ഈ മുസ്ലിം ലീഗ് SNDP യോഗവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളിലും സഹായിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു. ഉമ്മർ ബാഫക്കി തങ്ങളെ അറിയാമല്ലോ. ഉമ്മർ ബാഫക്കി തങ്ങളുടെ കുടുംബ വീട്, ആ കുടുംബ വീടിന്റെ ഒരു ഭാഗമാണ് കൊയിലാണ്ടിയിലെ SNDP യോഗത്തിന്റെ കോളേജ് ആരംഭിക്കാൻ തന്നത്. അന്ന് വെള്ളാപ്പള്ളി നടേശൻ അതിനെപ്പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? അന്ന് SNDP യോഗത്തിന്റെ യഥാർത്ഥത്തിൽ നേതാവായിരുന്ന R ശങ്കരെ കൊണ്ടുപോയി കണ്ണൂരിൽ കൊണ്ട് ജയിപ്പിച്ചത് മുസ്ലിം ലീഗിന്റെ സഹായമുണ്ട്. അതുകൊണ്ടല്ലേ SNDP യോഗത്തിന് ഇത്രയും കോളേജുകളൊക്കെ ഉണ്ടായത്. ആ കോളേജുകളിൽ ഇരുന്ന് ഈ പറയുന്ന മുഴുവൻ നിയമനങ്ങളും നടത്തി കോഴ വാങ്ങിച്ച് ബാർ ഹോട്ടലുകൾ പണിയുന്നതല്ലാതെ SNDP യോഗത്തിലെ അംഗങ്ങൾക്ക് എന്ത് പ്രയോജനം? ഏറ്റവും കുറഞ്ഞ പക്ഷം അതിന്റെ ആസ്ഥാന മന്ദിരം ജപ്തിയില്ല. അതൊന്ന് പിൻവലിപ്പിച്ച് തരാമോ? SNDP യോഗത്തിന്റെ ആസ്ഥാന മന്ദിരം ജപ്തിയിൽ നിന്ന് പിൻവലിപ്പിച്ചിട്ട് ആ മൈക്രോ ഫിനാൻസ് പാവപ്പെട്ട പെണ്ണുങ്ങൾക്ക്, സ്ത്രീകൾക്ക് 3% പലിശ കിട്ടണമെന്ന വായ്പ ഒന്ന് കൊടുക്കാവോ ഈ ഗവൺമെന്റിനെ കൊണ്ട്?